തിരുവനന്തപുരം പാറശാലയിലെ ഷാരോണിൻ്റെ അച്ഛനും അമ്മയും വിധി കേട്ട് പൊട്ടിക്കരഞ്ഞു. മകനെക്കുറിച്ചുള്ള നീറുന്ന ഓർമ്മകൾ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അവൻ ജീവനോളം സ്നേഹിച്ച പെണ്ണിൻ്റെ ക്രൂരതയാണ് ആ മാതാപിതാക്കളെ തീരാ കണ്ണീരിലാക്കിയത്. 2022 ഒക്ടോബർ 25 പാറശാലയിൽ കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ യുവതി കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ അടിമുടി ഞെട്ടിക്കുന്നതായിരുന്നു. കേസിൽ ഗ്രീഷ്മ എന്ന 22കാരി കുറ്റക്കാരിയാണെന്ന് വിധി വരുമ്പോൾ മലയാളികൾ കാത്തിരുന്ന ഉദ്യോഗഭരിതമായ ഒരധ്യായത്തിനാണ് പരിസമാപ്തിയാകുന്നത്. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന അടക്കമുള്ള കുറ്റം തെളിഞ്ഞു. അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. എന്നാൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിട്ടുണ്ട്. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. ആൺസുഹൃത്തായിരുന്ന ഷാരോണിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിലാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർണായക വിധി. കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മ, 3-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. നിർമ്മൽ കുമാർ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതായി കോടതി കണ്ടെത്തി. തെളിവുകളുടെ അഭാവത്തിലാണ് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. അതിൽ ഈ കേസില് പോലീസ് ചാർജ് അനുസരിച്ച് 1-ാം പ്രതിക്ക് മാത്രമാണ് ചാർജ് ഈ കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത്. പിന്നെ ബാക്കി 2-ാം പ്രതിക്കും 3-ാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ്. അപ്പൊ അതില് 2-ാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ്. ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ്. ആദ്യം തുടക്കം മുതലേ പോലീസ് അന്വേഷണത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൽ ഒരു ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തിലാണോ നടന്നത്, തമിഴ്നാട്ടിലാണോ നടന്നത് എന്നുള്ള ഡിസ്പ്യൂട്ട് ആയിരുന്നു പ്രധാനമായിട്ടും. അതിന് നമ്മൾ ഈ കേസ് ചാർജ് ഞാൻ അന്വേഷണം ഏറ്റെടുത്ത ശേഷം അതിനകത്ത് ഇതിൽ കേരളത്തിലാണ് ഇതിന്റെ സംഭവം നടന്നത്. കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് ഈ മരണം നടത്തിയതെന്നുള്ളതിന്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയ കേസാണ്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഷാരോണിന്റെ കുടുംബം പ്രതികരിച്ചു. 2-ാം പ്രതി സിന്ധുവിനെ വെറുതെ വിട്ടതിൽ ഹൈക്കോടതിയിൽ പോകുന്ന കാര്യം ശിക്ഷാവിധിക്ക് ശേഷം ആലോചിക്കും. വെറുതെ വിട്ടത് അവളുടെ അമ്മയും കൂടെ ചേർന്നല്ലേ എല്ലാം ചെയ്തത്. അവളെയും വെറുതെ വിടരുതായിരുന്നു. അവർക്കും ശിക്ഷ കൊടുക്കണം, 3 പേർക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. തൊട്ടത്തിൽ ശക്തമായി നിന്നിട്ടുണ്ട് കോടതി. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചതിൽ. പക്ഷേ സിന്ധുവിൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾ തിരക്കും. എൻ്റെ കേസിൻ്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും ഹൈക്കോടതി. മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഷാരോണിന് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയതെന്നാണ് കേസ്. പാരസെറ്റമോൾ കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തിയും ആദ്യ ഭർത്താവ് മരിക്കുമെന്ന അന്ധവിശ്വാസം പറഞ്ഞുമെല്ലാം ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതെല്ലാം പരാജയപ്പെട്ടു. തുടർന്നായിരുന്നു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.